തുടരുകയാണ്. ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സന്തോഷ്, നോക്കൂ, ആ കുപ്പിയിലെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ORS കുട്ടികൾക്ക് കൊടുത്തത് അത്ര വൃത്തിഹീനമായ കുപ്പിയിലാണോ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന കുട്ടികൾക്ക് ORS കലക്കി കൊടുക്കേണ്ടത്? ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നലെ അഡ്മിറ്റ് ആയിരുന്ന നമ്മുടെ C വാർഡിൽ, അതായത് പീഡിയാട്രിക് വാർഡിൽ അഡ്മിറ്റ് ആയിരുന്ന 8 കുട്ടികളിൽ 6 പേർക്ക് ഛർദിലും 2 കുട്ടികൾക്ക് വയറിളക്കവും ഉണ്ടായി. അവരെല്ലാം ശ്വാസം മുട്ട്, പനി, ചുമ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസകോശ രോഗങ്ങൾക്കായിട്ട് അഡ്മിറ്റ് ചെയ്തതാണ്. അവര് പല സോഴ്സിൽ നിന്നുള്ള ഫുഡാണ് കഴിച്ചത്. അവരാരും വയറിളക്ക രോഗം കൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തവരോ ORS കുടിച്ചവരോ അല്ല. പക്ഷെ അവർക്ക് ഫുഡ് പോയ്സണിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. അവരാരും തന്നെ ഈ ORS ലായനിയോ മറ്റോ ആശുപത്രിയിൽ നിന്നുള്ള വെള്ളമോ കഴിച്ചിട്ടുണ്ടായ പ്രശ്നങ്ങളല്ല. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയല്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതെ, അവർക്ക് മറ്റ് അസുഖങ്ങളായിട്ട് വന്നവര് ആശുപത്രിയിലെ ബൈസ്റ്റാൻഡേഴ്സ്, അതായത് ഈ കുട്ടികളുടെ രക്ഷകർത്താക്കള് എവിടെന്നോ കൊണ്ടുവന്ന ഫുഡുകൾ പരസ്പരം ഷെയർ ചെയ്ത് കഴിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലാതെ അവരാരും വയറിളക്ക രോഗമായിട്ട് വന്ന് ഇവിടുത്തെ ORS കുടിച്ചിട്ടില്ല. അതായത് ഈ കുട്ടികൾ എന്ന് പറയുന്നത് പല സമയങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന് വന്നവരാണ്. അവരെല്ലാവരും ഒരുമിച്ച് ഈ ആശുപത്രിയിൽ നിന്ന് ആഹാരം കഴിച്ചു എന്നാണ്? അല്ല, അവര് ആശുപത്രിയിൽ നിന്നും വെളിയിൽ നിന്നും ഫുഡും വെള്ളവും കൊണ്ടുവന്ന് ഷെയർ ചെയ്ത് കഴിച്ചവരാണ്. അല്ലാതെ അവരാരും വയറിളക്ക രോഗത്തിന് നമ്മുടെ ORS, നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന ORS കുടിച്ച് അതിനുവേണ്ടി വയറിളക്ക രോഗമായിട്ട് ആരും തന്നെ അഡ്മിറ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പോഴും സംശയം ഈ രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അല്ല, ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണിക്കുന്നുണ്ട് അവിടെ വെച്ചിരിക്കുന്ന ഒരു ORS കലക്കി നൽകുന്ന പാത്രം. അതെന്താണ് ഡോക്ടർ? അല്ല, ORS കലക്കുന്ന പാത്രത്തിലുള്ള വെള്ളം ഇവരാരും തന്നെ കുടിക്കാൻ വേണ്ടി അവർക്ക് ആർക്കും ഡയറിയോ മറ്റ് വയറിളക്ക രോഗങ്ങളോ ഇല്ലായിരുന്നു. അതല്ല ശ്രീ സന്തോഷ് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്, നമ്മളത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും വൃത്തിഹീനമായ ഒരു ബോട്ടിൽ, അതിലാണ് ORS ലായനി കലക്കി വെച്ചിരിക്കുന്നത്. ഇതാണോ അവിടെ വരുന്ന രോഗികൾക്ക്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. അങ്ങനെയുള്ള നമ്മള് ശ്വാസകോശ രോഗമുള്ള കുട്ടികൾക്ക് ORS ലായനി കൊടുക്കാറില്ല. ഇത് വയറിളക്ക രോഗത്തിന് കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള രോഗമുള്ള കുട്ടികളാരും തന്നെ അവിടെ അഡ്മിറ്റ് ആയിട്ടുമില്ല. അവരാരും തന്നെ ഈ വെള്ളം കുടിച്ചിട്ടുമില്ല. അതോടൊപ്പം തന്നെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിനെതിരെ ഇവർ പരാതി പറയുന്നുണ്ടല്ലോ. കൃത്യമായിട്ട് ചികിത്സ നൽകാൻ തയ്യാറായില്ല, നാളെ നോക്കട്ടെ എന്നതുൾപ്പെടെയുള്ള ഒഴിവ് ന്യായങ്ങൾ രക്ഷിതാക്കളെടുത്ത് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ അവർ ആരോപിക്കുന്നുണ്ടല്ലോ ഡോക്ടർ. അതിനെക്കുറിച്ച് എന്താണ് അറിയുന്നത്? ഇല്ല, വയറിളക്ക രോഗം ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഡ്യൂട്ടി MO അറിയിക്കുന്നുണ്ട്, ഡ്യൂട്ടി MO RMO അറിയിക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. നമ്മളുടെ DMOയിലും എല്ലാം കൃത്യമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ സമയം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആരുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്നാണോ? ഇല്ല, ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഭാഗത്തുനിന്ന് വീഴ്ചയൊന്നും. ശരി, ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ സന്തോഷാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. നന്ദി ഡോക്ടർ. രാഹുൽ ജി നാഥ തുടരുന്നുണ്ട്. രാഹുൽ, ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ല ഉണ്ടായിരിക്കുന്നത് എന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. രോഗവുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളാണ് അവിടെ വന്നത്. ORS ലായനി ഈ കുട്ടികളൊന്നും കുടിച്ചിട്ടില്ല എന്നാണ് സൂപ്രണ്ട് നൽകുന്ന ഒരു ന്യായീകരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരെത്തിയത് എന്ത് രോഗത്തിനായാലും ഇപ്പോൾ അവർക്ക് നൽകേണ്ട മരുന്ന് അത് ORS ഉൾപ്പെടെയുള്ളവയാണ്. ആ നൽകുന്ന മരുന്ന് അല്ലെങ്കിൽ ആ പാത്രം വെറുതെ വെച്ചിരിക്കുന്നതാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവർക്ക് നൽകാനുള്ളത് തന്നെയല്ലേ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വരുന്ന രോഗികൾക്ക് അവരെന്ത് മരുന്നാണ് നൽകുക? കാരണം അത്രമാത്രം വൃത്തിഹീനമായൊരു പരിസരത്ത്, വൃത്തിഹീനമായൊരു പാത്രത്തിലാണ് ORS കലക്കി നൽകുന്നത്. എന്ത് ചെറിയ തളർച്ച വന്നാലും നമ്മൾ കഴിക്കുന്ന മരുന്നാണ്, സാധാരണക്കാർക്ക് എത്തിക്കുന്ന ഇടമാണ്. അവിടെയാണ് ഇത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ മരുന്നിരിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ പറയുന്നത് പോലെ ORS മാത്രം കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇനി ഡോക്ടർ പറഞ്ഞത് ന്യായമായി എടുത്താൽ തന്നെ അവർ എത്തിയത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കാണ്. അങ്ങനെ എത്തുമ്പോൾ അവർക്ക് ആദ്യം നൽകുക ആവി പിടിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആവി പിടിക്കാനുള്ള സംവിധാനം, ആ മാസ്ക് ആയിക്കോട്ടെ, ട്യൂബ് ആയിക്കോട്ടെ, അത് വൃത്തിയാക്കുന്നില്ല എന്നുള്ള ആരോപണവും കൂടി മാതാപിതാക്കൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.